കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ശക്തിയോട് ചേർന്ന് പാടാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കൈകൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മക്കളുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ, കണ്ണുനീരുകളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ അവയെ സാക്ഷ്യങ്ങളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. എന്റെ നിരവുകൾ ദൈവം മാറ്റിയെഴുതി, നിന്നെ കാൽ വഴുതുവാനിടവല്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിച്ചു. നമ്മുടെ യേശു ജീവിക്കുന്നു. സമയത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു.
കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവരെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. നമ്മുടെ ആസ്തി എന്ന് പറയണത് നമ്മുടെ ഉടമ്പടി അനുഭവങ്ങൾ തന്നെയാണ്. ഒരു ദിവസം മേജർ സാക്ഷ്യങ്ങൾ, മൈനർ സാക്ഷ്യങ്ങൾ ഒത്തിരിയേറെ ഉണ്ട്, നൂറുകണക്കിനുണ്ട്. പക്ഷേ മേജർ സാക്ഷ്യങ്ങൾ ഒരു 70% എബവ് ഉടമ്പടി കണ്ടൻ്റുള്ളത്. ആ സാക്ഷ്യങ്ങളാണ് നമ്മൾ മെയിൻ ഓൾട്ടറെ പറയിപ്പിക്കുന്നത്. അത് തന്നെ ഒരു ദിവസം 10-20 വരും. ഇപ്പോൾ 20 മേജർ സാക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 300-600 സാക്ഷ്യങ്ങൾ, മേജർ സാക്ഷ്യങ്ങൾ, ഫുൾ ഉടമ്പടി കണ്ടൻ്റുള്ള സാക്ഷ്യങ്ങൾ ഒരു മാസം കിട്ടും. അപ്പോൾ അതിൽ നിങ്ങളുടെ വിഷയങ്ങൾ ഏതെങ്കിലും സാക്ഷികൾ കൈകാര്യം ചെയ്ത് കാണാം. ദാറ്റ് മീൻസ് ഉടമ്പടി കൈകാര്യം ചെയ്യപ്പെടാത്ത യാതൊരു പ്രശ്നവും മനുഷ്യന് നിലനിൽക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ നിശ്ചിതമായി ഉടമ്പടിയെ ജാഗ്രതയോടെ, ദൈവസ്നേഹത്തോടെ, ദൈവ മനസ്സ് ഇങ്ങനെ പൂ പോലെ വിരിയുന്നത് കണ്ടിട്ട് നിങ്ങളെങ്ങനെ അത്യാഹ്ലാദത്തോടെ വേണം സാക്ഷ്യങ്ങളിൽ സന്തോഷിക്കാൻ. സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭാവപകർച്ചകളാണ്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യാശ വരും. എന്താണ്? കാലവിളംബമില്ലാതെ തന്നെ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ഇടപെടും. എപ്പോഴും വരുന്ന ഒരു വിഷയം മീൻസ് ഒരു ധ്യാന വിഷയമെന്ന് പറയണത് ഈ കാലവിളംബം. ഇപ്പോൾ ഇന്ന് സുവിശേഷത്തിൽ അങ്ങനെ വായിച്ചിട്ടുണ്ട്. അതായത് കാലവിളംബം പ്രഖ്യാപിതമായി ദൈവത്തിൻ്റെ നയപരിപാടിയല്ല. പിന്നെ ആരാണ് കാലവിളംബം ഉണ്ടാക്കുന്നത്? ഇറ്റ് ഇസ് വി അവർ സെൽഫ്സ്. നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഉടമ്പടിക്ക് ഒരു കാലവിളംബം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് അവർ പ്രോഡക്റ്റ്, നമ്മുടെ സൃഷ്ടിയാണത്. അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് നിങ്ങൾ ഈ ഉടമ്പടി ധ്യാനത്തിൽ അന്വേഷിക്കേണ്ടത്. എങ്ങനെ ടൈം ഷോർട്ട് ചെയ്യാൻ പറ്റും? ടൈം ഷോർട്ടനിങ് എന്നുള്ളത് ദൈവത്തിൻ്റെ പോളിസിയുടെ ഭാഗമാണ്. പ്രഖ്യാപിതമായ ഒരു നയപരിപാടിയുണ്ട് ഉടമ്പടിക്ക്. അതിൻ്റെ അകത്ത് ഒന്നാണ് റിസൾട്ടാണ് ടൈം ഷോർട്ടനിങ്. അത് സമയച്ചുരുക്കം. പക്ഷേ സമയച്ചുരുക്കം ചില ആൾക്കാർക്ക് സംഭവിക്കണില്ല എങ്കിൽ ബൈബിൾ പറയും ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, നിങ്ങളുടെ ഒരു വിഷയമാണതെന്ന് പറയും. അപ്പം നിങ്ങളുടെ എന്ത് വിഷയമാണ്? ഇപ്പം നമ്മൾ 2 പത്രോസിൻ്റെ 3:8 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 2 പത്രോസ് 3:8-9 തിരുവചനങ്ങൾ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ പറഞ്ഞേ. കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക്
ഇപ്പം കാലവിളംബം ഒന്നൊരു വായിച്ചേ, കാലവിളംബത്തെക്കുറിച്ച് വായിച്ചേ. ചിലർ വിചാരിക്കുന്നത് പോലെ കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. അപ്പോൾ വാഗ്ദാനം പാലിക്കുന്നതിൽ ഒരു ഹെവൻലി കർത്താവിൻ്റെ ഒരു സ്റ്റാൻഡിങ് പോളിസി എന്ന രീതിയിൽ ഒരിക്കലും താമസം വരുത്തത്തില്ല. എന്തിനു വരുത്തണം? നിങ്ങളുടെ കണ്ണീരിൻ്റെ കാര്യങ്ങൾക്ക് ദൈവം താമസം വരുത്തുമ്പോൾ ദൈവം ഒരു സാഡിസ്റ്റായിട്ട് വരത്തില്ലേ? ദൈവം സാഡിസ്റ്റ് അല്ലല്ലോ. ദൈവം സാഡിസ്റ്റ് എന്നല്ലെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ജീവൻ പോലെ, നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ ഒരു ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകപ്പെടുകയില്ല. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:32 സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അപ്പോൾ അത് ദാനമാണ്, അത് മെരിറ്റല്ല. ശരിക്കും പറഞ്ഞാൽ അത് ഗ്രേസാണ്. ദൈവത്തിൻ്റെ പുത്രൻ്റെ കൂടെ പുത്രനെ പോലും ഒഴിവാക്കാതെ. അപ്പോൾ റോമ 8:32 മഹാവചനമാണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി. അപ്പോൾ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, ക്ലിയർ അല്ലേ? അത് നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ചാൽ ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിനെ ദൈവം നൽകിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് എല്ലാവർക്കും വേണ്ടി. കൈയടിച്ച് കർത്താവിനെ മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. സന്തോഷത്തിന് ഒരിക്കൽ കൂടി പാടുക. ഇത്ര നല്ല ദൈവത്തോട് ചെയ്തും നന്ദി ചൊല്ലി എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ധ്യാനത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പാട്ടുകൾ കേൾക്കും, നമ്മൾ പ്രാർത്ഥന പാടും, വചനം പ്രഖ്യാപിക്കും. ഇതെപ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനെ അതിശക്തമായി അഭിഷേകം നൽകാനുള്ള ഓരോ ജനലും വാതിലുമൊക്കെ നമ്മൾ തുറന്നിടുകയാണ്. അപ്പോഴും നിങ്ങൾ അതിലാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ചൂടാണല്ല ഷോ അത് പതിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കുകയാണ്. ഏത് സമയത്തും അഭിഷേകം സംഭവിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഈ സമയത്തൊക്കെ അച്ഛനിലൂടെ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം, കർത്താവേ ദൈവസ്നേഹത്താൽ നിറക്കണമേ, കർത്താവേ വിശ്വാസത്താൽ നിറക്കണമേ, കർത്താവേ വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തണമേ, കർത്താവേ. അങ്ങനെ തീഷ്ണതയോടെ ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ ദൈവസ്നേഹത്താൽ നിറക്കണമേ, കർത്താവേ. കർത്താവ് വിശ്വാസത്തെ നിറക്കണമേ, കർത്താവേ. വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തണമേ, കർത്താവേ. എന്നെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ, കർത്താവേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഞങ്ങളിൽ ദൈവിക പുണ്യങ്ങൾ ആരാധനയുടെ യോഗ്യതയാൽ വർദ്ധമാനമാക്കുവാൻ കൃപയാകണമേ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലി എന്റെ കൊച്ചു ജീവിതത്തെ ദൈവത്തിന് തോന്നണം. നമ്മുടെ ആരാധനയൊക്കെ കാണുമ്പോൾ ഇതൊരു മെക്കാനിക്കല്ല, ഇതൊരു അനോയിൻറ്റിങ് ആണെന്ന് തോന്നണം.
2 ഫോർമാറ്റിൽ നമുക്ക് ആരാധിക്കാം. മെക്കാനിക്കലായിട്ട് ആരാധിക്കാം. എന്ന് ഞാൻ നിങ്ങൾ പറയുന്നു, ഞാൻ തത്തമ്മയെന്ന് പറയുന്നു, നിങ്ങൾ പൂച്ച എന്ന് പറയുന്നു, അങ്ങനെ പറയാൻ നമുക്ക്. അത് മെക്കാനിക്കലാണ്. മറിച്ച് നിങ്ങളുടെ ഈ ആന്തരികമായ ഒരു ത്രൈവ്, ആന്തരികമായ ഒരു ചോദനയിൽ നിങ്ങൾ സ്വയം പ്രേരിതരായി ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ എന്നുള്ള ബോധ്യത്തോടു കൂടി എൻ്റെ എല്ലാ കഷ്ടനഷ്ടങ്ങളെയും കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോടും കുരിശോടും ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിനെ ഉയർത്തെഴുന്നേൽപ്പിൽ ഭാഗഭാക്കാകാൻ വേണ്ടി കർത്താവിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആന്തരിക ബോധ്യത്തോട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി പറയുന്നു. മഹത്വം മഹത്വം എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ ഒരുമിച്ച് ഇത്ര നല്ല ദൈവത്തോടെ, ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തും നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. അപ്പോൾ ഈ സ്തുതിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ മോര് കടയത്തില്ലേ, ഈ സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ ഒരു കടച്ച പോലെയാണ്. കടച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വെണ്ണ ഇങ്ങനെ പൊന്തി വരും അല്ലേ? അതുപോലെ സ്തുതിപ്പിൻ്റെ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വന്തമായിട്ടാണ് സ്തുതിക്കണത് എങ്കിൽ ആദ്യമൊക്കെ ചില സമയത്ത് നമ്മളുടേതായിട്ടുള്ള ഒരു ഇനിഷ്യേഷൻ മുൻകൈയൊക്കെ ഉണ്ടാകും. പിന്നീട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു അഭിരുചി, ഒരു അഭിനിവേശം ആന്തരികമായി നമുക്ക് തോന്നും. അതപ്പോഴ് ദൈവസ്നേഹം നിറഞ്ഞു കാണും. അപ്പോഴേ അതാണ് ഈ സ്തുതിപ്പിൻ്റെ അകത്ത് വെണ്ണായിട്ട് പൊന്തണ എന്താണ്? ദൈവസ്നേഹമാണ്. സ്തുതിപ്പിൽ ദൈവസ്നേഹത്തോടെയാണ് നീ സ്തുതിക്കണത്, ദൈവസ്നേഹത്തോടെയാണ് നീ പ്രാർത്ഥിക്കണത്, ദൈവസ്നേഹത്തോടെയാണ് നീ വിശ്വസിക്കണത് എന്ന് നിനക്ക് തോന്നുന്ന സമയത്ത് ഈ അഭിഷേകം ഉണ്ടാകും. അഭിഷേകം ഉണ്ടായിട്ട് എന്താണെന്നറിയാമോ? ആന്തരിക ബോധ്യമാണ്. ആന്തരിക ബോധ്യം എന്താണ്? എന്തെല്ലാം ക്ലേശങ്ങളിലൂടെയാണ് നീ പോണതെങ്കിലും നിൻ്റെ ഉള്ളിൽ, നിൻ്റെ മനസ്സിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ ഈ വിഷയം ഞാൻ അതിജീവിക്കാം, ഈ വിഷയത്തിന് കർത്താവിന് തീരുമാനമുണ്ട്, ഈ വിഷയത്തിൽ എൻ്റെ കർത്താവ് എന്നെ ജയിപ്പിക്കും, ഈ വിഷയത്തിൽ ഞാൻ വീണു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ശ്രദ്ധിക്കട്ടെ. വിശ്വാസം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനെ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരായ ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം. ബലഹീനരായ ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം. മഹത്വം 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 യേശുവിനെ. മഹത്വം മഹത്വം യേശുവിനെ. സന്തോഷത്തിൽ എഴുന്നേൽക്കുക. കർത്താവ് എല്ലാവരെയും തൊടുന്ന സമയമാണ്. അടിപ്പണ പോലെ വൈദാഖാമ ദൈവികമായ ശക്തി
ഉച്ചമുതൽ ഉള്ളംകാല് വരെ പ്രസരിക്കുന്ന ഇടിമുഴക്കത്തിൻ്റെ സൗഖ്യദായക സമയത്തേക്ക് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരേണമേ എന്നിൽ നിറയണമേ, നാഥാ വരേണമേ സൗഖ്യം നൽകണമേ, നാഥാ വരേണമേ എന്നിൽ നിറയണമേ, നാഥാ വരേണമേ സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ ശക്തമായി സ്തുതിക്കാൻ പറ്റുന്നവർ സ്തുതിക്കണം, വിശ്വാസപ്രമാണം ചെല്ലാൻ പറ്റുന്നത് വിശ്വാസപ്രമാണം ചെല്ലണം. എല്ലാം ചെയ്യേണ്ടത് ദൈവസ്നേഹത്തോടെയാണ്. ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരെയും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെയും എല്ലാവർക്കും വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ കൈയെടുത്തിക്കൊണ്ട് സ്തുതിച്ചും അഭിഷേകത്തോടെയും ഒക്കെ പ്രാർത്ഥിക്കാം. വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പോഴെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ രക്തം നമ്മളെ തളിക്കപ്പെടുകയും അടിപ്പട പോലെ വൈദാഖാമ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിൽ എല്ലാ നടുവേദനകളും അതുപോലെ തന്നെ രോഗകാരണങ്ങളും രോഗത്തിൻ്റെ മൂലകാരണങ്ങളും ജീവിതത്തിൻ്റെ ഭാരങ്ങളും വിട്ടുമാറുകയും നിങ്ങൾക്ക് ആന്തരികമായ സ്ഥിരമുള്ള ഉത്സാഹത്തിൻ്റെ സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണത്. അപ്പോൾ സന്തോഷത്തോടെയാണ് സ്തുതികൾ അസുഖം അർപ്പിച്ചുകൊണ്ട് ഭാഷാപരം അറിയുന്നവർ ഭാഷാപരത്തെ പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് ഞാൻ സ്വസ്ഥം ചെയ്യുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ നിന്റെ തിരുമുറിവാർന്ന വരദകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിന്, കുരിശിൻ്റെ അടയാളത്തിന്, ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവേ, നിൻ്റെ കുരിശിൽ നിന്നുള്ള ഒഴുകുന്ന കർത്താവേ രക്തമഴ എല്ലാ മക്കളിലേക്കും പൊടിഞ്ഞു വീഴട്ടെ കർത്താവേ. മസിൽ വേദനയുള്ളവരെ, പിസ്റ്റുല രോഗികൾ, അർസസ് രോഗികൾ, നെഞ്ചിന് കെട്ടുള്ളവരെ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ, കരൾ രോഗികൾ, മൂത്രാശയ രോഗികൾ, ഗർഭാശയ രോഗികൾ, ഗർഭാശയസ്തുള്ളവർ, മൂത്രത്തിൽ കള്ളുള്ളവർ, കിഡ്നി കല്ലുള്ളവർ, നടുവേദനക്കാർ, നടുവ് തിരിഞ്ഞിരിക്കുന്നവർ, സ്പോണ്ടിലോസിസ് രോഗികൾ, ശിരസ് രോഗികൾ, മുട്ടി കൊഴിയുന്നവർ, കണ്ണ് കാഴ്ച കുറവുള്ളവർ, ചെവിക്കരവുള്ളവർ, സിസ്റ്റുള്ളവർ, തൊണ്ടവേദനക്കാർ, തൈറോയ്ഡ് രോഗികൾ, ത്വക്ക് രോഗികൾ, കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഉച്ച മുതൽ കർത്താവെ ഒഴുക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ ഒഴുക്കണമേ. കർത്താവേ, എല്ലാ രോഗങ്ങൾ, മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവ ദുരിതങ്ങൾ, ഈശോ, മക്കളില്ലാത്തവർ, കർത്താവേ, വീറ്റങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടാത്തവരെ, അണ്ടം ഉത്പാദിപ്പിക്കപ്പെടാത്തവരെ ഒക്കെ സ്പർശിക്കണമേ. കർത്താവേ, അടിപ്പിട പോലെ വൈദാഘാനം പോലെ ദൈവികമായ ശക്തി അങ്ങനെ മക്കളിലേക്ക് ഒഴുകട്ടെ. ഈശോ ഒഴുകട്ടെ. കർത്താവേ, എല്ലാ തരത്തിലും കുഞ്ഞുങ്ങളില്ലാത്തവരെ, ഗർഭത്തെ ശുദ്ധിക്കൾക്ക് രോഗമുള്ളവരെ, ഗർഭിണികൾ കർത്താവേ, ഫുഡ് കുറവുള്ളവരെ, കർത്താവേ, കുഞ്ഞിന് തൂക്കമില്ലാത്തവരെ, ഈശോ, ക്ഷയരോഗികൾ, പിസ്റ്റുല രോഗികൾ, കർത്താവ്, HIV രോഗികൾ, ക്യാൻസർ രോഗികൾ, കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ സ്പർശിക്കണമേ. തൊണ്ടയിൽ ക്യാൻസർ ഉള്ളവരെ, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗരോഗങ്ങൾ, യേശു ഉന്നതമായ നാമത്തിൽ തീരാവേദികൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ രോഗം സുഖപ്പെട്ടുകൊണ്ട് യേശു നാം മഹത്വപ്പെടുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകണമേ. മഹത്വം, ആരാധന. മുട്ടേന്തിക്കുക. മുട്ടേന്തുകൊണ്ട് നിങ്ങളുടെ ഉടമ്പടി ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്
എന്നെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എത്രയും വേഗം എന്നെ സാക്ഷിയാക്കണമേ. അൾത്താരെ കയറി സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സുവിശേഷത്തിൻ്റെ കാന്തിയായി എന്നെ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്ന് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആമേൻ, ആമേൻ, ആമേൻ.